ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടിനു സ്ട്രീറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പ്രോട്ടീനും ഫൈബറും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ചെറുപയർ കൊണ്ടുള്ള ഒരു ക്രിസ്പി വടയാണ്. പുറമെ നല്ല മൊരിഞ്ഞതും എന്നാൽ ഉള്ളില് സോഫ്റ്റും ആവശ്യത്തിന് മൊരിഞ്ഞതുമായിട്ടുള്ള സൂപ്പർ വടയാണിത്. ഇതെങ്ങനെയാ തയ്യാറാക്കണമെന്ന് കാണാം. ഞാനിവിടെ 1 കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. അത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുതിർത്തെടുക്കണം. എനിക്കിവിടെ 4-5 മണിക്കൂർ വേണ്ടി വന്നിട്ടുണ്ട് നന്നായിട്ട് കുതിർന്ന് കിട്ടാനായിട്ട്. ഓരോ പയറിൻ്റെയും ഉണക്കിനനുസരിച്ചിരിക്കും അത് കുതിർന്ന് കിട്ടാനുള്ള സമയം. ഇനി ഇത് നന്നായിട്ട് കഴുകി വെള്ളം വാർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് മാറ്റിയെടുക്കണം. ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂണോളം പയർ മാറ്റി വെച്ചേക്കുക. ബാക്കിയുള്ളത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് തരിതരിപ്പായിട്ട് ഒന്ന് അരച്ചെടുക്കണം. നന്നായിട്ട് അരഞ്ഞു പോകരുത്, ചെറിയ തരികളും ഉണ്ടാവണം, എന്നാൽ ഒരുവിധം അരഞ്ഞിട്ടും ഉണ്ടാവണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം പയർ മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട്. എങ്കിലാവും അത് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. ഈ ഒരു പരുവത്തിന് വേണം അരച്ചെടുക്കാനായിട്ട്. മാവിന് നല്ല സ്റ്റിഫ്നെസ് ഉണ്ടാവണം. നമ്മൾ ഉരുട്ടിയാൽ അത് നല്ല ബോളായിട്ട് ഉരുണ്ട് വരണം. ഇതാണ് അതിൻ്റെ ഒരു പാകം. 2 ടേബിൾ സ്പൂൺ പയർ മാറ്റി വയ്ക്കാൻ പറഞ്ഞില്ലേ, അതും കൂടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരു വലിയ സവാള കൊത്തി അരിഞ്ഞത് 1/2 കപ്പ് നിറച്ചുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചെറുതായിട്ട് നുറുക്കിയതും കറിവേപ്പില ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. വറ്റൽ മുളക് തരിതരിപ്പായിട്ട് പൊടിച്ചത് 1/2 ടീസ്പൂൺ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ജീരകമായിട്ട് വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു പാകത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇരിക്കുന്നത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം കയ്യിൽ ഒരല്പം വെള്ളം തടവിയിട്ട് ഇതിൽ നിന്ന് കുറച്ച് മാവ് എടുത്ത് കയ്യിൽ വെച്ച് നിരപ്പായിട്ട് പരത്തിയെടുക്കണം. കണ്ടോ, നല്ല ഫ്ലാറ്റ് ആയിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാവും നല്ല മുരിഞ്ഞ പയറുവട നമുക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ പുറമെ പെട്ടെന്ന് തന്നെ മുരിഞ്ഞു പോകാനും എന്നാൽ അകത്തോട്ടത്ര മുരിയത്തുമില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. കണ്ടോ, പയർ കൊണ്ടുള്ള സൂപ്പർ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിലെല്ലാം തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ പയർ വട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. പരിപ്പ് വടയോടൊപ്പം നിൽക്കുന്ന വടയാണിത്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കണം. പ്രിയപ്പെട്ടവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്തു. ഹാപ്പി കുക്കിംഗ്.